മെൻ ആൻഡ് ദർ ഡബിൾ സ്റ്റാൻഡേർഡ്സ് പാർട്ട് 2. ലൈക്ക് ഒരു പയ്യൻ, ഓക്കെ, നമ്മളിങ്ങനെ എല്ലാവരും ഒന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ ഹൂ വോർ ദാറ്റ് ബാഗി ജീൻസ്, പിന്നെ നല്ല ഓവർ സൈസ് ടീഷർട്ട്, നല്ല യോയോ ലുക്കൊക്കെയാണ്. അപ്പോൾ നല്ല കൂൾ ഔട്ട്ഫിറ്റ് ആണ്, ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അപ്പം ഞാനിങ്ങനെ ആ വ്യക്തിയുടെ അടുത്ത് ചോദിച്ചു, ഓക്കെ, നീ ഒരാളെ നോക്കുമ്പോൾ നീ ഇതുപോലെ തന്നെ നിന്റെ ഇതേ ഫാഷൻ സെൻസിലൊക്കെ ഉള്ള നല്ല മോഡേൺ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടൊരു കുട്ടീനെയാണോ നീ നോക്കാന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറയാണ്, യാ, മോഡേൺ ഡ്രസ് ഇട്ട കുട്ടികളൊക്കെ അടിപൊളിയാണ്. നമ്മൾ പക്ഷെ മോഡേൺ ഡ്രസ് ഇട്ട ഒരു കുട്ടിയെ നമുക്ക് കുറച്ചാൾ കൊണ്ടു നടക്കാൻ കൊള്ളാം, കുറച്ച് നാൾ ഡേറ്റിംഗ് ചെയ്യാൻ കൊള്ളാം, പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ല. കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് നാടൻ ഡ്രസ്സൊക്കെ ഇട്ട കുട്ടീനെ കല്യാണം കഴിക്കുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ? അതങ്ങനെയാണ്. അതെന്താ അങ്ങനെ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക, അതെന്താ അങ്ങനെ? മോഡേൺ ഡ്രസ് ഇട്ടൊരു കുട്ടി ചീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മോഡേൺ ഡ്രസ് ഇട്ടൊരു കുട്ടി ഒരു വൈഫ് മെറ്റീരിയൽ അല്ല എന്ന് അവരുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നാടൻ ഡ്രസ് ഇട്ടൊരു കുട്ടീന്റെ ക്യാരക്ടറും അടിപൊളിയാണ്, അല്ലെങ്കിൽ ആ കുട്ടി ഒരിക്കലും ചീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആ കുട്ടി ലൈഫ് ലോങ് അടിപൊളിയാണെന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ? ഇല്ല. then why are you guys judging based on the dress? ഇത് 2026 അല്ലേ, ഇപ്പോഴും നിങ്ങളൊക്കെ ഒരു ഔട്ട്ഫിറ്റിന്റെ ബേസിൽ നിങ്ങൾ ഒരാളുടെ ക്യാരക്ടർ ജഡ്ജ് ചെയ്യോ?